ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിൽക്കണ ഇടായിരുന്നു നമ്മുടെ വില്ലേൻ്റെ പുറത്തിറങ്ങിയില്ല. പക്ഷെ ഈ കണ്ണ് തുറക്കാൻ കഴിയട്ടെ. ഈ കാണുന്ന വെളിച്ചം പറയുന്നത് പുറത്തോട്ട് കാണുന്നതാണ്. ഇനി ക്യാമറ ഒന്ന് തിരിച്ച് കാണിച്ചതാണ്. ഈ കാണുന്ന വെളിച്ചം പറയുന്നത് നല്ല പെരുംചൂടാണ്. നമ്മൾ തീൻ്റെ മുകളിൽ ഇരിക്കുന്ന അതേ ചൂടാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുക. ഇവിടെയൊക്കെ തണലേക്കും, കാരണം ഇല്ലാണ്ടായതുകൊണ്ട് പുറത്തോട്ടേക്ക് അധികം ഇത് കാണൂല. ഇങ്ങനെ ഇവിടെ നിൽക്കുന്നവർ, അതായത് വെയിലത്തൊക്കെ പണിയെടുക്കുന്ന എത്ര ആൾക്കാരുണ്ടാവില്ലേ, ആലോചിച്ച് നോക്കി എന്താ അവസ്ഥ എന്നുള്ളത്. ഈ ചൂട് സഹിക്കും വേണം, പുറമെ വെയിൽ കൊള്ളും വേണം. ഒന്ന് നടക്കാനോ നിൽക്കാനോ ഓടാനോ ഒന്നും കഴിയില്ല. അഞ്ചതി വെയില. നമ്മൾ നാട്ടിലൊക്കെ എത്ര വെയിലുണ്ടോ എന്ന് എൻ്റെ ഡൗട്ട്. ഇപ്പോൾ റൂമിൽ എ സി ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. റൂമിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി വാഷ് ചെയ്യാൻ നോക്കുമ്പോൾ വെള്ളത്തിലാണെങ്കിൽ ചൂട്. എൻ്റെ പൊന്നോ, ഇച്ചാതി ചൂട് പറയുന്ന ഇതാണ് ചൂട്. എങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ പോവാല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് എനിക്ക് ഭ്രാന്തൊടിക്കില്ല ഇനി ചൂട് കൊള്ളുമ്പോൾ. പക്ഷേ ഇങ്ങനെ ചൂട് കൊണ്ട് ചിലർക്ക് തലവേദന, മൈഗ്രെയിൻ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. വന്ന ടൈമിന് എനിക്കൊക്കെ അനുഭവിച്ചതാണ്. വെളിച്ചം കാണുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ ബുദ്ധിമുട്ട്, രാവിലെ നടക്കുമ്പോൾ ബുദ്ധിമുട്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അനുഭവിച്ച ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മളെ പുറത്ത് പണിയെടുക്കുന്നവർ, ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്നവർ, നമ്മളെ ഏരിയ ഫുള്ളും ഇൻഡസ്ട്രിയിലാണ്. പക്ഷെ അവിടെയൊക്കെ പണിയെടുക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ സ്വർഗത്തിലാന്ന് തന്നെ തോന്നും. അപ്പം അങ്ങനെയാണ് കഥ. ഭയങ്കര ലൈഫ് തന്നെ കേട്ടോ. അങ്ങനെയൊക്കെ നാട്ടിൽ അനുഭവിക്കുന്നവരുണ്ടോ? എൻ്റെ ഡൗട്ടാണ്. ഞാനൊക്കെ നാട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഗൾഫൊക്കെ വലിയ സംഭവിക്കും എന്നുള്ളത്. ആ മൈൻഡ് സെറ്റൊക്കെ മാറിപ്പോൾ നാടന്നെ സ്വർഗം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇതന്നെ ഉള്ളൂ. ചൂടിനെ പറ്റിയുള്ള വീഡിയോസാണ്. നമ്മളെ ഒരു ഭാഗത്തുള്ള ചെടികളും മരങ്ങളൊക്കെ ഉണങ്ങി വീഴാൻ തുടങ്ങിയത്. അജാതി ചൂടാണ്. ഇനിയിപ്പോൾ 2-3 മാസം നോക്കിയേ വേണ്ട.